നമ്മളൊരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുക. ഒരു ക്ലയന്റിനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഓൺ ബോർഡ് ചെയ്താൽ, ഒരു മാർക്കറ്റിംഗ് ടീം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു ക്ലയന്റിനെ കിട്ടുകയാണെങ്കിൽ ആ ക്ലയന്റിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കും. അതായത് ഡിജിറ്റൽ പ്രസൻസ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുക, കറന്റ് സ്റ്റാറ്റസ്. അതിന് നമുക്ക് ഏതുവരെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് നോക്കും. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ്, അതല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ എന്നുള്ളത് ആദ്യം നോക്കാൻ പറ്റും. ഇപ്പോൾ സർവീസ് ചാർജും അതുപോലെ മെറ്റാ പേയ്മെൻറ്റും അത് കഴിഞ്ഞിട്ട് ഈ ROI മീറ്റ് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളും, അതുപോലെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തും. പിന്നെ കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തും. അതുപോലെ ഇത് സെയിം ഇവരെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇവർക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് ആഡ് റൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ നമ്മൾ അവരെ ഇൻഹൗസിലെ കാര്യങ്ങളും കൂടെ നോക്കും. അതായത് ഇപ്പം അവരുടെ സെയിൽസ് ടീമിൻ്റെ സ്ട്രെങ്ത്. ഇപ്പോൾ ചില ആളുകൾ പറയും, ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇതിൻ്റെ ഓണറാണെന്ന് പറയും. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയും, ഇപ്പം ഞങ്ങളിങ്ങനെ എൻക്വയറി ക്യാമ്പയിൻ റൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു എൻക്വയറി വന്നു, അപ്പം അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ തന്നെയാണ് കോൾ ചെയ്യാന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും അങ്ങനെയാണെങ്കിൽ നമ്മളിത് ചെയ്യില്ല എന്ന് പറയും. കാരണം ഒരു എന്താ പറയുക, ഒരു ഓണർ ഒരിക്കലും സെയിൽസിലേക്ക് അല്ലെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടി, അതായത് വരുന്ന എൻക്വയറിയെ കോൺടാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആഡ് അവർ കാണും. ഇവർ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഏജൻസിയിൽ ചിലപ്പം നല്ലൊരു ടീം ഉണ്ടാവും. ആ ടീം അവരെ കറക്റ്റ് ടൈമിൽ പിച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് മാർക്കറ്റിംഗ് ചെയ്യുന്നതോടെ സെയിൽസ് ടീമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 50% ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ. നമ്മുടെ കയ്യിലൊരു 50% ആണ്, ബാക്കി 50 എന്ന് പറയുന്നത് സെയിൽസിന്റെ കയ്യിലാണ്. അതായത് ഇപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇവർ എൻക്വയറി നടത്തിയ ആളുകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എന്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങണം അവരെ കയ്യിൽ നിന്ന്, അതേ പ്രൊഡക്റ്റ് വേറെ ആളുകളും ചെയ്യുന്നുണ്ടാവും. അപ്പം എന്തുകൊണ്ട് ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുള്ളത് അവർ പറഞ്ഞു തരണം. എന്നാൽ മാത്രമേ ഞാനത് ആ പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യുള്ളൂ.